ഇത് മറക്കരുത്. നാം ഒരുമിച്ച് സന്തോഷമായിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നിങ്ങൾ ചോദിക്കും, യേശു തൻ്റെ ശിഷ്യന്മാരോട് തമാശ പറഞ്ഞ ഏതെങ്കിലും ഒരു അവസരമുണ്ടോ? അതൊന്ന് കാണിച്ചു തരാമോ? ശരി, ഇത് നിങ്ങൾ വരികൾക്കിടയിൽ വായിക്കണം. വെറുതെ ആ വാക്യം വായിക്കുകയല്ല. നിങ്ങൾ ആ സാഹചര്യം കണ്ടേ, നിങ്ങൾ ആ സാഹചര്യം സങ്കല്പിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം. ഇവിടെ പത്രോസും മറ്റ് ശിഷ്യന്മാരും മീൻ പിടിക്കാൻ പോകുന്ന സാഹചര്യമാണ്. നിങ്ങൾക്ക് ആ കഥ അറിയാമല്ലോ. യോഹന്നാൻ 21:3. ആ രാത്രി അവരൊന്നും പിടിച്ചില്ല. ഇപ്പം എൻ്റെ ചോദ്യം, ഇപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റു, അവനെല്ലാം അറിയാം. അവനറിയാമായിരുന്നോ അവർ മീൻ പിടിക്കുകയായിരുന്നെന്ന്? ശരിയാണോ തെറ്റാണോ? അറിയാമോ ഇല്ലയോ? അറിയാമായിരുന്നു. അവരൊന്നും പിടിച്ചില്ലെന്ന് അവനറിയാമായിരുന്നു. അറിയാമായിരുന്നു. എന്നാൽ അവന് നർമ്മബോധം ഉണ്ടായിരുന്നു. ശരി, നിങ്ങൾ മീൻ പിടിക്കാൻ പോയതല്ലേ? 5-ാം വാക്യം. ശരി കൂട്ടുകാരെ, വല്ലോ മീനും കിട്ടിയോ? അവനത് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തെ മന്ദഹാസം എനിക്ക് കാണാൻ കഴിയും. അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷവും ആ നർമ്മബോധം അവനുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വർഗത്തിലും നർമ്മബോധമുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. യേശു ഇത് പറഞ്ഞ് ഉയർത്തെഴുന്നേറ്റതിന് മുമ്പല്ല, ഉയർത്തെഴുന്നേറ്റ ശേഷമാണ്. ഞാൻ ചിന്തിക്കുന്ന സ്വർഗത്തിൽ ഒരു നർമ്മബോധവും ഇല്ലെങ്കിൽ അത് വിരസമായ ഒരിടമായിരിക്കും. മനുഷ്യനായി തീർന്ന യേശുവാണ് സ്വർഗത്തിൽ. അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. നർമ്മം വളരെ ശുദ്ധമാണ്. എന്നാൽ പിശാച് അതിനെ ഈ ലോകത്തിൽ വക്രീകരിച്ചു. ലൈംഗിക തമാശകളായിട്ടും വൃത്തികെട്ട തമാശകളായിട്ടും മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന തമാശകൾ. സ്വർഗീയമായ ശുദ്ധമായ നർമ്മങ്ങളുണ്ട്. സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് ഭൂമിയിൽ വെച്ച് തന്നെ അങ്ങനെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ഞാൻ യേശുവിലും കണ്ടു. ഓ കൂട്ടുകാരെ, നിങ്ങൾ കഴിഞ്ഞ രാത്രി മീൻ പിടിക്കാൻ വന്നാലേ എന്തെങ്കിലും മീൻ നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ? ഇല്ല. ശരി, പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് നിങ്ങൾക്ക് നല്ല ബന്ധം ഉണ്ടായിരിക്കണം. നിങ്ങൾ രാവിലെ തൊട്ട് വയ്യോളം എന്തെങ്കിലും തമാശ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നല്ല ഞാൻ പറയുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ പോയൊരു സർക്കസിൽ ചേരണം. സർക്കസിൽ ഈ ജോക്കർമാരൊക്കെ ഉണ്ടല്ലോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചതില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. ജീവിതത്തിലെ സാധാരണ കാര്യത്തിൽ രസകരമായ ഒരു കാര്യം നിങ്ങൾ കണ്ടു, അവിടെ ഒന്ന് ചിരിക്കുക. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിരി പിശാച് കണ്ടുപിടിച്ച ഒരു കാര്യമല്ല, മനുഷ്യന് മാത്രം ദൈവം കൊടുത്ത ഒരു കഴിവാണത്. ഒരുമിച്ച് തമാശ പറയാനും ചിരിക്കാനായിട്ടും മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ ബന്ധത്തെ ശോധന ചെയ്യുന്ന ഒരു കാര്യമാണത്. ഇത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനമാണ്. ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ആ ഒരുമ എങ്ങനെയാണ് ദൈവം എന്നെ തന്നോടുള്ള കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നത്? അതാണ് അതിൻ്റെ മാതൃക. ദൈവമാണ് അതിൻ്റെ മാതൃക. ക്രിസ്തുവിനെയും എന്നെയും യേശു എന്നോടൊന്നാകാൻ ആഗ്രഹിച്ചപ്പോൾ ഇവിടെ ഞാനൊരു പ്രശ്നക്കാരനാണ്. അവൻ പൂർണ്ണനും, ഞാനൊരു വലിയ പ്രശ്നക്കാരൻ. ആരാണ് ആദ്യത്തെ ചുവട് വെച്ചത്? പ്രശ്നക്കാരനാണോ അതോ പൂർണ്ണനായ അവനായിരുന്നോ? യേശുവായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു. ഭർത്താവും ഭാര്യയുമായിട്ടൊരു പ്രശ്നം ഉണ്ടാകുന്നു. ഏത് കുടുംബജീവിതത്തിലും അങ്ങനെ സംഭവിക്കാം. ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം. മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം. അവിടെ ഒരു സംഘർഷം തുടങ്ങുന്നു. ആ കൂട്ടായ്മ തിരിച്ചു കൊണ്ടുവരാൻ ആദ്യത്തെ ചുവട് ആരായിരിക്കണം എടുക്കേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഭർത്താവ് പറയും, ഞാനാണ് ഈ കുടുംബത്തിൻ്റെ തല, ഞാനിവിടെ വഴങ്ങേണ്ട ആവശ്യമില്ല, അവൾ വരട്ടെ, അവൾ തന്നെ തന്നെ താഴ്ത്തി എൻ്റെ അടുക്ക വരട്ടെ. ഭാര്യ പറയും, ഞാനിവിടെ എന്തിനു താഴ്ന്നു കൊടുക്കണം, എൻ്റെ ഭർത്താവ് അവനാണ് കുടുംബത്തിൻ്റെ തല, ഈ ബന്ധം പുനഃസ്ഥാപിക്കേണ്ട അവൻ്റെ ചുമതലയാണ്. ഇതിൻ്റെ ഉത്തരം എന്താ? ഇതിൻ്റെ ഉത്തരം ഇതാണ്: ക്രിസ്തുവും ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ ആരാണ് ആദ്യത്തെ ചുവടെടുത്തത്? കൂടുതൽ ആത്മീയൻ ആരോ അവനായിരുന്നു. ആരാണ് മുൻകൈ എടുത്തത്? കൂടുതൽ ആത്മീയനായിരുന്നവൻ. ക്രിസ്തു ആയിരുന്നു എന്നേക്കാൾ കൂടുതൽ ആത്മീയൻ. എന്നോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് അവനായിരുന്നു. നിങ്ങൾ ഭാര്യയോ ഭർത്താവോ തമ്മിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ആരായിരിക്കണം മുൻകൈ എടുക്കേണ്ടത്? ഭാര്യയോ ഭർത്താവോ അല്ല. ആരാണ് അവരിൽ കൂടുതൽ ആത്മീയൻ? ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ രണ്ടുപേരും ചിന്തിക്കും, ഞാനാണ് കൂടുതൽ ആത്മീയൻ. എങ്കിൽ അവർ ഓടി തമ്മിൽ ആശ്ലേഷിക്കണം. അങ്ങനെ ആയിരിക്കണം ആ ബന്ധം പുനഃസ്ഥാപിക്കേണ്ടത്. എന്നാൽ നീ ചിന്തിക്കുകയാണ് നീയാണ് കൂടുതൽ ആത്മീയൻ, എങ്കിൽ നീ തന്നെ മുൻകൈ എടുത്ത് ആ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാണ്.
ഞാൻ വിചാരിക്കുന്നു ഇതാണ് നിങ്ങളുടെ മനോഭാവമെങ്കിൽ ക്രിസ്തു മടങ്ങി വരുന്നത് വരെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയില്ല നിങ്ങളുടെ വിവാഹ ജീവിതങ്ങളിൽ. വേദപുസ്തകം വളരെ പ്രായോഗികമാണ്. യേശുവിനെ നിങ്ങളുടെ മാതൃകയായിട്ട് എപ്പോഴും നോക്കിയാൽ സകല സാഹചര്യങ്ങളും നിങ്ങൾക്ക് അതിനൊരു ഉത്തരവുണ്ടായിരിക്കും. പലയിടത്തും ഞാനത് കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ചോദിക്കുക, യേശു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊപ്പം ഇരുന്ന് ഈ പ്രോഗ്രാം അവൻ കാണുമോ? അവൻ പറയുന്നത് ഇങ്ങനെ ആയിരിക്കുമോ? ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാം കാണേണ്ട ആവശ്യം നമുക്കുണ്ടോ? ആ ടെലിവിഷൻ ഓഫ് ചെയ്യൂ. നിങ്ങളെ അനുസരണമില്ലാത്ത ഒരാളാണെങ്കിൽ അവൻ പറയും, ക്ഷമിക്കണം, ഞാൻ പോവുകയാണ്. അവൻ പയ്യെ എഴുന്നേറ്റ് അങ്ങ് പോവും. നിനക്ക് പിന്നെയും അവിടെ ഇരുന്ന് ആ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കാം. എത്ര വലിയ ദുരന്തമാണത്. ഭാര്യ ഭർത്താക്കന്മാർ ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം സംഭവിക്കരുത്. യേശുവിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന എല്ലാ കാര്യവും കർത്താവ് അംഗീകരിക്കുന്നതായിരിക്കണം. ഭക്ഷണത്തിന് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം എത്ര ഭാര്യ ഭർത്താക്കന്മാർ വിശ്വസിക്കുന്നുണ്ട്? ശ്രദ്ധിച്ച് കേൾക്കുക. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണമെന്ന്. ഓ ഇല്ല, പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ലൈംഗിക ബന്ധം ഒരു മോശപ്പെട്ട കാര്യമായതുകൊണ്ടോ? എവിടുന്നാണ് നിങ്ങൾക്ക് അത് കിട്ടിയത്? സിനിമകളിൽ നിന്ന്. നീ പല സിനിമകളും കാണാറുണ്ട്. ലൈംഗിക ബന്ധം മോശപ്പെട്ട കാര്യമാണ് നീ മനസ്സിലാക്കുക അവിടുന്ന്. ആരംഭത്തിൽ ദൈവം ലൈംഗിക ബന്ധം സൃഷ്ടിച്ചപ്പോൾ വേദപുസ്തകത്തിൽ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ സൃഷ്ടിച്ചതിനെയൊക്കെ നോക്കിയിട്ട് അവൻ എന്താണ് പറഞ്ഞത്? എന്താ? വളരെ നല്ലത്. ഉൽപ്പത്തി 1 അവസാനത്തെ വാക്യം. അതിൽ ലൈംഗികതയും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ പെരുകി വർദ്ധിച്ചു വരണം. അവൻ എന്താണ് ഉദ്ദേശിച്ചത്? നിങ്ങൾ തമ്മിൽ കൈ കൊടുത്ത് വർദ്ധിച്ചു വരണമെന്നാണോ? ശാരീരികമായി ബന്ധപ്പെട്ട് വർദ്ധിക്കുന്നതിനെ പറ്റിയാണ്. അത് വളരെ നന്നെന്ന് അവൻ പറഞ്ഞു. വിവാഹിതരായ ദമ്പതികളോട് ഒന്നാമതവൻ പറഞ്ഞ അതാണ്. ശാരീരിക ബന്ധത്തിലൂടെ മക്കളുണ്ടായി വർദ്ധിച്ചു വരണം. അത് നന്നെന്ന് അവൻ പറഞ്ഞു. അത് മോശപ്പെട്ട ഒരു കാര്യമല്ല. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അനേക വിശ്വാസികളുടെ മനസ്സ് മലിനമായിരിക്കുകയാണ്. സിനിമകൾ കണ്ട് ലൈംഗികത ഒരു മോശപ്പെട്ട കാര്യമാണ് അവർ ചിന്തിക്കുകയാണ്. നിങ്ങളുടെ ചിന്തയെ നിങ്ങൾ വ്യത്യാസപ്പെടും. ദൈവം കാണുന്നത് പോലെ നിങ്ങളതിനെ കാണണം, ശുദ്ധിയുള്ളതായി. മറ്റൊരു സ്ത്രീയാണ് നിങ്ങൾ സങ്കല്പിക്കുന്നെങ്കിൽ അത് പൈശാചികമാണ്. നിന്റെ ഭാര്യയുമായിട്ട് നീ ബന്ധപ്പെടുമ്പോൾ മറ്റൊരു സ്ത്രീയെ നീ സങ്കല്പിക്കരുത്. അത് ദുഷ്ടതയാണ്, പൈശാചികമാണ്, വൃത്തികെട്ടതാണ്. അതിന് കർത്താവിനോട് ക്ഷമ ചോദിക്കുക, മാനസാന്തരപ്പെടുക. അല്ലെങ്കിൽ നീ ഗൗരവമുള്ള ക്രിസ്ത്യാനിയല്ല. അനേക വിശ്വാസികളും അവരുടെ ചിന്താ ജീവിതത്തെക്കുറിച്ച് അവർ ശ്രദ്ധയുള്ളവരല്ല. വിവാഹ ജീവിതത്തിലെ ലൈംഗിക ബന്ധം ഉയർന്ന നിലവാരമുള്ളതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു തൻ്റെ ക്രൂശിലാണ് മരിച്ചത്. മനസ്സിലായോ? നീയും നിൻ്റെ ക്രൂശ് എടുത്ത് അതിൽ മരിക്കണം. ഭാര്യ ഭർത്താവിനോടുള്ള ബന്ധത്തിൽ തൻ്റെ ക്രൂശിൽ അവൾ മരിക്കണം. ഭർത്താവും അതുപോലെ ഭാര്യയോടുള്ള ബന്ധത്തിൽ അവൻ്റെ ക്രൂശിൽ മരിക്കണം. ആ ക്രൂശിൽ അവർ തന്നെയാണ് മരിക്കുന്നത്. ഞാൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഭർത്താവിനെ ക്രൂശിക്കുകയല്ല, അല്ലെങ്കിൽ ഭാര്യയെ, അല്ലെങ്കിൽ റോമാ പട്ടാളക്കാർ യേശുവിനെ ക്രൂശിച്ച പോലാണ്. അല്ല, യേശു ക്രൂശിക്കപ്പെടാനായിട്ട് തന്നെ വിട്ടുകൊടുത്തു. എൻ്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ ഞാൻ എന്നെ തന്നെ ക്രൂശിക്കണം. യേശു അങ്ങനെ ക്രൂശിൽ മരിച്ചത് എന്നോടൊന്നായി തീരാനാണ്. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ ഒരു ക്രൂശുണ്ടാകണം. അങ്ങനെ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധമായ ഒരു കുടുംബജീവിതത്തിലേക്ക് നാം എത്തിച്ചേരത്തുള്ളൂ.